അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞതെന്നും അതാണ് ഇനിയങ്ങോട്ട് തങ്ങളുടെ പ്രഖ്യാപിത നയമെന്നും വ്യക്തമാക്കി KPCC പ്രസിഡന്റ് കെ സുധാകരൻ. പിണറായി വിജയൻ്റെ ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയത്തെ കണ്ണൂരിൻ്റെ മണ്ണിൽ തന്നെ കുഴിച്ചു മൂടാൻ തങ്ങൾക്ക് വലിയ പ്രയാസമില്ലായിരുന്നുവെന്നും എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അന്ന് അതൊക്കെ വെറുതെ വിട്ടുകളഞ്ഞതാണെന്നും സുധാകരൻ പറയുന്നു. BD സതീശനെതിരെ കേസെടുത്താൽ തങ്ങൾ ഭയപ്പെടില്ലെന്നും സുധാകരൻ പറയുന്നുണ്ട്. കെ സുധാകരൻ ഫേസ്ബുക്കിൽ പറയുന്നത് ഇങ്ങനെയാണ്: അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഇനി അങ്ങോട്ട് അതുതന്നെയാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നയവും. പിണറായി വിജയൻ താങ്കളുടെ ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയത്തെ കണ്ണൂരിൻ്റെ മണ്ണിൽ തന്നെ കുഴിച്ചു മൂടാൻ അന്നും ഞങ്ങൾക്ക് വലിയ പ്രയാസമില്ലായിരുന്നു. താങ്കളിലെ രക്തദാഹിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അന്ന് വെറുതെ വിടുകയായിരുന്നു ചെയ്തത്. പ്രതിഷേധ മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സംരക്ഷിക്കാൻ ഇറങ്ങിയ പ്രതിപക്ഷ നേതാവായ VD സതീശനെ ഭയപ്പെടുത്താം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അത് വെറും അതിമോഹമാണ്. ഏതറ്റം വരെ പോയാലും കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ സംരക്ഷിക്കും. കേരളത്തിൽ മാത്രം ഉള്ളൊരു വെറും ഈർക്കിലി പാർട്ടിയുടെ തെരുവ് ഗുണ്ടകളായ നേതാക്കൾ നടത്തുന്ന ബാലിശമായ വെല്ലുവിളികളും ഞങ്ങൾ കേട്ടു. ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ കരുത്ത് കാണിക്കാൻ ഒരുപാടധികം നിർബന്ധിക്കരുത്. അങ്ങനെ വന്നാൽ അവസാനത്തെ കനൽത്തരിയും ചാരമായി പോകും. പിണറായി വിജയൻ്റെ ജൽപ്പനങ്ങൾക്കുള്ള മറുപടി ഡിസംബർ 23 ശനിയാഴ്ച DGP ഓഫീസ് മാർച്ചിൽ തരാം. ഇത് പറഞ്ഞാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇപ്പോൾ BJPയും പിണറായി സർക്കാരിനെതിരെ രൂക്ഷമായി പ്രതികരിക്കുകയാണ്. പിണറായി സർക്കാർ എല്ലാ ജനാധിപത്യ മര്യാദകളും ലംഘിക്കുകയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറയുന്നു. പോലീസിനെ വെറും നോക്കുകുത്തിയാക്കി SFI, DYFI ക്രിമിനലുകൾ നിയമം കയ്യിലെടുക്കുകയാണ്. ഈ രീതിയിലാണ് കേരള സർക്കാർ മുന്നോട്ട് പോകുന്നതെങ്കിൽ 99 MLAമാരുടെ പിന്തുണ ഉണ്ടെങ്കിലും ഈ സർക്കാർ 2026 വരെ പോകില്ലെന്ന് സുരേന്ദ്രൻ ഒരു ഭീഷണിയും ഉയർത്തുന്നുണ്ട്. കേരള പോലീസ് ഭരണഘടന അനുസരിച്ച് തങ്ങളുടെ കർത്തവ്യം നിറവേറ്റിയില്ല എങ്കിൽ കേന്ദ്രസേനയെ ഉപയോഗിച്ചും അല്ലെങ്കിൽ പിണറായി സർക്കാരിനെ പിരിച്ചുവിടേണ്ടി വന്നാൽ അങ്ങനെ ചെയ്തും സർവകലാശാലകളിൽ നിയമവാഴ്ച ഉറപ്പുവരുത്തും എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിലെ സെനറ്റ് അംഗങ്ങളെ SFI ഗുണ്ടകൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കാതെ തടഞ്ഞുവെച്ചു. കേരളത്തിലെ സർവകലാശാലകളിൽ ജനാധിപത്യ സംരക്ഷണത്തിനും വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും ഗവർണർ നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും BJPയും കേന്ദ്ര സർക്കാരും പൂർണ്ണമായി പിന്തുണയ്ക്കുമെന്നും സുരേന്ദ്രൻ പറയുന്നു.